സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. സിന്ദൂരഭാഗ്യം. കുറെ നേരമായല്ലോ ഈ പുസ്തകം തുറന്നു വെച്ച് ഭയങ്കര ആലോചന തുടങ്ങിയിട്ട്. എന്താ ഇതിനും മാത്രം ഇതിലിങ്ങനെ ചിന്തിച്ചു കൂട്ടാനുള്ള? ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി പുസ്തകത്തിൽ നിന്നും മുഖം ഉയർത്തി അവരെ നോക്കി. ഇതാകെ സംശയ ദേവേട്ടാ. എനിക്ക് നാളെ എടുക്കാനുള്ള ടോപ്പിക്കാ, പക്ഷെ ഇതിലെ ചില ശൈലികൾ അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ. ദേവൻ ലക്ഷ്മിയുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങിച്ചു നോക്കി. ആഹാ, ഇത് ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരിയിലെ ഭാഗമല്ലേ? ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവരെ നോക്കി. ദേവേട്ടിന് പഠിപ്പിക്കാനുണ്ടോ ഈ കവിത? അവൾ ആകാംക്ഷയോടെ തിരക്കി. പിന്നെ നിനക്ക് ഈ കവിതയുടെ കുറച്ചു ഭാഗമല്ലേ പഠിപ്പിക്കാനുള്ളൂ? എനിക്ക് ഈ ഒരു കവിതാ സമാഹാരം മുഴുവനും ഉണ്ട് പഠിപ്പിക്കാൻ. സെക്കൻഡ് ഇയർ കുട്ടികൾക്കൊരു മൊഡ്യൂളാണ് ഈ കവിതാ സമാഹാരം. ആഹാ, അപ്പോൾ എൻ്റെ കാര്യം എളുപ്പമായി. ദേവേട്ടൻ വേഗം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശയം ഒന്ന് പറഞ്ഞതാ. ലക്ഷ്മി ഉത്സാഹത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു. പ്രകൃതിയെ ഒരു ചിത്രശാലയായിട്ട് കണ്ടുകൊണ്ട് ചങ്ങമ്പുഴ പ്രകൃതിയെ ഓരോ കാഴ്ചകളുടെയും സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ. പുലരിയിൽ ആകാശത്തിൽ സൂര്യരശ്മികൾ പടരുമ്പോഴുള്ള ചുവന്ന മേഘക്കൂട്ടങ്ങളെയും മുറ്റത്തുള്ള പൂക്കളെയും രാത്രിയിൽ വാനത്തിൽ മുല്ലപ്പൂക്കൾ പോലെ വിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രികയെയും മനസ്സിന് കുളിർമയേകുന്ന സംഗീതത്തോടെ പ്രവഹിക്കുന്ന പുഴകളെയും അങ്ങനെ ഈ പ്രകൃതിയിലെ ഓരോന്നിൻ്റെയും സൗന്ദര്യത്തെക്കുറിച്ച് കവി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയുടെ ഈ വൈവിധ്യമായ സൗന്ദര്യം ഇല്ലായിരുന്നെങ്കിൽ നാം മനുഷ്യർ പ്രപഞ്ച ജീവിതമേ മടുത്തേനെ എന്നു കവി പറയുന്നുണ്ട്. ദേവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ലക്ഷ്മി ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ ശ്രദ്ധിച്ചു കേട്ടു. ഓരോ വരികളെക്കുറിച്ചും പറയുമ്പോൾ ദേവന്റെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവങ്ങളും അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ? ലക്ഷ്മിയുടെ മനസ്സിലെ ചോദ്യം അവൾ പോലും അറിയാതെ തന്നെ അവളുടെ വാക്കുകളായി പുറത്തേക്ക് വന്നു. പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവന്റെ പ്രകൃതി എന്നത് അവന്റെ പാതിയാണ്. സ്വന്തം പാതിയുടെ സൗന്ദര്യം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതുപോലെയാ പ്രകൃതിയുടെ സൗന്ദര്യം. ദേവൻ ലക്ഷ്മിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു ലക്ഷ്മി. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ താൻ പറയുന്നത് കേട്ടിരിക്കുന്ന ലക്ഷ്മിയെ ദേവൻ നോക്കിയിരുന്നു. ലക്ഷ്മ, ദേവൻ ആർദ്രമായ ശബ്ദത്തിൽ അവളെ വിളിച്ചു. നിന്റെ സംശയമൊക്കെ തീർന്നോ? എന്ത് നന്നായിട്ടാ ദേവേട്ടനെ എല്ലാം പറഞ്ഞു തരുന്നത്. ശരിക്കും ആ വരികളിലെ ഓരോ കാഴ്ചകളും നേരിട്ട് കണ്ട പോലെ തോന്നി. ആഹാ, അതെയോ? ശരിക്കും നിനക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട പോലെ തോന്നിയോ? ദേവൻ ലക്ഷ്മിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. തോന്നിയല്ലോ. ഈ കവിത പൂർണ്ണമായിട്ടുള്ള സൗന്ദര്യലഹരി എന്ന കവിതാ സമാഹാരം ഷെൽഫിലിരിപ്പുണ്ട്. സമയം കിട്ടുമ്പോൾ എൻ്റെ മോൾ അതെടുത്തൊന്ന് വായിക്കുക. അപ്പോൾ നിനക്ക് ഈ കവിത കൂടുതൽ ഇഷ്ടമാവും. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി തലകുലുക്കി. ദേവേട്ടന് ഈ കവിതയിൽ ഇഷ്ടപ്പെട്ട വരി ഏതാ? എനിക്ക് ഈ കവിതയിലെ എല്ലാ വരികളും ഇഷ്ടമാണ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പാതി തന്നെയാണ് അവൻ്റെ പ്രകൃതി. അപ്പോൾ ആ പ്രകൃതിയാകുന്ന തൻ്റെ പാതിയുടെ സൗന്ദര്യം പൂർണ്ണമായും ഒരു പുരുഷന് ലഹരി തന്നെയാണ്, പ്രണയമാകുന്ന ലഹരി. ദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ മുഖം നാണത്താൽ ചുവന്നു. അവളുടെ മുഖത്തെ നാണം കണ്ട് ദേവന്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. ആഹാ, ഇത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ ലക്ഷ്മിയുടെ മുഖം ചെമ്മാനം പോലെ ചുവന്നു തൊടുത്തല്ലോ. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലൊളിപ്പിച്ചു. ഒരു ചെറു ചിരിയോടെ തൻ്റെ പ്രണയിനിയെ അവനും പുണർന്നു. ഹരിതയുടെ അമ്മ വിളിച്ചിരുന്നു. ഹരിതയ്ക്കിനി ഈ ബന്ധം തുടർന്നുകൊണ്ട് പോവാൻ താല്പര്യമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്രേ. രേവതി വിഷമത്തോടെ പറഞ്ഞു. ഹരിതയുടെ വീട്ടുകാരുടെ തീരുമാനവും അതാണോ? ഇനിയും അവർ നിർബന്ധം പിടിച്ച് ആകെയുള്ളൊരു മകളെ കൊലക്ക് കൊടുക്കാൻ അവർക്ക് വയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഒത്തിരി ദേഷ്യത്തോടെ അവരെന്നോട് സംസാരിച്ച്. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. നമുക്കൊരു മകളുള്ളതല്ലേ. അവൾ ഇതുപോലെ വന്നു നിന്നാൽ നമുക്ക് അവളെ നിർബന്ധിച്ച് പറഞ്ഞുവിടാൻ പറ്റുമോ? അതുതന്നെ അവരും ചെയ്തോളൂ. പക്ഷേ അവർ ബന്ധം പിരിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നടന്നാൽ നമ്മുടെ മോൻ്റെ ജീവിതമല്ലേ നശിക്കുന്നത്. രേവതി വിഷമത്തോടു കൂടി പറഞ്ഞു. നമ്മുടെ മോൻ്റെ മാത്രമല്ലല്ലോ, അവരുടെ മകളുടെ കൂടി ജീവിതമല്ലേ. ഈ കാര്യത്തിൽ നമ്മളെ വീട്ടുകാരെക്കാൾ തീരുമാനം എടുക്കുന്നതിൽ അധികാരം ഹരിക്കും ഹരിതയ്ക്കും തന്നെയാണ്. അവരുടെ ജീവിതം
അവരാ തീരുമാനമെടുക്കണ്ടേ. പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ചു പോവാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കട്ടെ, ഇല്ലെങ്കിൽ പിരിയുന്ന തന്നെയാ നല്ലത്. കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? രേവതി വിഷമത്തോടെ ചോദിച്ചു. പിന്നെ ഞാൻ എന്താടോ പറയാ? എല്ലാം കണ്ടും കേട്ടും ഇരിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയൂ. നമ്മൾ ഹരിയോട് എന്തൊക്കെ പറഞ്ഞതാ, എന്നിട്ട് അവൻ്റെ തലയിൽ വല്ലതും കയറിയോ? ആരെന്ത് പറഞ്ഞാലും അവന് തോന്നിയതുപോലെ അവൻ നടക്കും. അവൻ്റെ ആരെയും വകവയ്ക്കാത്ത ഈ സ്വഭാവവും കുടിയും തന്നെയാ അവൻ്റെ ജീവിതം നശിപ്പിച്ചത്. കൃഷ്ണൻ വിഷമത്തോടെ പറഞ്ഞു. നമ്മുടെ മോനെ കുടിയനാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. നീ ആവശ്യമില്ലാതെ അവളെ മാത്രം കുറ്റം പറയണ്ട. നമ്മുടെ മോൻ പൊട്ടനൊന്നും അല്ലല്ലോ അവള് പറയുന്ന കേട്ട് കുടിക്കാൻ. ഒന്നുമില്ലെങ്കിലും അവനൊരു സ്കൂൾ മാഷല്ലേ, അവൻ അതെങ്കിലും ഓർമ്മയുണ്ടോ? ആരെയും വകവയ്ക്കാതെ തോന്നിയതുപോലെ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിച്ചത് അവൻ തന്നെയാ. അതെ, എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ തന്നെയാ. അതിന് നിങ്ങൾക്ക് എന്തു വേണം? എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തിയെ ഞാൻ കണ്ടുപിടിച്ചതല്ലേ. എന്നിട്ട് അവൾക്ക് ജാതകദോഷമുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ആ വാക്ക് കേട്ട ഞാനാ മണ്ടൻ. ആ ജാതകദോഷമുള്ള അവളിപ്പോൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാനോ എല്ലാം തകർന്നവനുമായി. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഹരിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് കൃഷ്ണനും രേവതിയും അവനെ പകപ്പോടെ നോക്കി. മോന്റെ ജീവൻ ആപത്താകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിന്നോട് ലക്ഷ്മിയുടെ ജാതകദോഷത്തിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ നിനക്കും ഈ കല്യാണം നടത്തേണ്ടത് തന്നെയായിരുന്നല്ലോ അഭിപ്രായം. അതുകൊണ്ടല്ലേ ലക്ഷ്മിയായുള്ള നിന്റെ വിവാഹം നടക്കാതിരുന്നത്. അവൾക്ക് ജാതകദോഷം ഉണ്ടെങ്കിൽ പിന്നെ അവളിപ്പോൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാ? ഓഹോ, അപ്പൊ എൻ്റെ ലച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? മീരയുടെ ശബ്ദം കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി. എങ്കിൽ നിങ്ങൾ കേട്ടോ, എൻ്റെ ലച്ചുവിൻ്റെ ജാതകം ദോഷമായിട്ടുള്ളത് നിങ്ങളുടെ കൂടെ ചേരുമ്പോഴാ. അല്ലാതെ ഇപ്പോൾ അവളെ കല്യാണം കഴിച്ച മഹാദേവന്റെ ജാതകം അവളുമായിട്ട് ചേരുമ്പോൾ അവൾക്കൊരു ദോഷവും ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ചേരേണ്ടവരവരാ, അതുകൊണ്ടാ അവർക്കൊരു ദോഷവും ഇല്ലാത്തത്. നിങ്ങളെപ്പോലൊരു സ്വാർത്ഥനായ മനുഷ്യൻ്റെ കൂടെ ഹോമിച്ച് കളയാനുള്ളതല്ല അവളെപ്പോലൊരു പാവത്തിൻ്റെ ജീവിതം. അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ നിങ്ങൾക്ക് അവളെ തരാതിരിക്കാനായിട്ട് ദൈവം തന്നെ അവൾക്ക് ജാതകദോഷം കൊടുത്തത്. അതുകൊണ്ടെന്താ, അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ തന്നെ അവൾക്ക് കിട്ടിയില്ലേ? മീരയുടെ വാക്കുകൾ കേട്ട് ഹരിക്ക് ദേഷ്യം വന്നു. ഹരി ദേഷ്യത്തോടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിന്റെ ഉദ്ദേശം എന്താ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ഉദ്ദേശത്തെപ്പറ്റി നീ ചോദിക്കുന്നു? ഹരിയുടെ സംസാരം കേട്ട് ദേവന് ദേഷ്യം ഉരച്ചു കയറി. ഒരിക്കലും നീയായിട്ട് തുടങ്ങി വെച്ചതെല്ലാം നീ തന്നെ അവസാനിപ്പിച്ചതാ. അതിൻ്റെ പേരിൽ എൻ്റെ പെണ്ണ് ഒത്തിരി അനുഭവിച്ചതുവാ. ഇനി നിന്റെ ആവശ്യമില്ലാത്ത നോട്ടോ വാക്കുകളോ അവളെ തേടി എത്തിയ നീ വിവരം അറിയും ഹരി. ദേവൻ ഹരിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, ഞാനൊന്ന് നോക്കിയപ്പോൾ തന്നെ അവൾ അങ്ങ് ഉരുകിപ്പോയോ? ഹരി പുച്ഛത്തോടെ ചോദിച്ചു. ഡാ നിന്നെ! ദേവൻ ദേഷ്യത്തോടെ ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. ദേവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഹരി ഒന്ന് പതറിപ്പോയി. നിന്റെ ഈ സംസാരത്തിന് നിന്റെ കരണം അടിച്ചു പൊട്ടിക്കേണ്ടതാ. പിന്നെ നിന്നെപ്പോലെ ആണുങ്ങൾക്ക് തന്നെ മാനക്കേടുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നവനെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാ തല്ലാത്തത്. പക്ഷെ ഇപ്പോൾ ഞാൻ വെറുതെ വിട്ടെന്ന് കരുതി ഇനിയും നിന്റെ ഈ ഒരു ദൃഷ്ടിയോ വാക്കോ എൻ്റെ പെണ്ണിന്റെ നേരെ ഉയർന്ന നീ വിവരം അറിയും. ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഹരിയുടെ കോളറിൽ നിന്നും കൈ അയച്ചു. എന്നാൽ ഹരിക്ക് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിന്നെ ഞാൻ കാണാൻ വന്ന നീ ഇങ്ങനെ നേരെ ചൊവ്വേ പോവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. ദേവൻ ഹരിയെ നോക്കി മുന്നറിയിപ്പ് പോലെ പറഞ്ഞുകൊണ്ട് അവൻ്റെ വണ്ടിയും എടുത്ത് യാത്ര തിരിച്ചു. ദേവന്റെ വാക്കുകൾ കേട്ട് ഹരിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. എവിടെ പോയതാ ദേവേട്ടാ? സമയം എത്രയായിരുന്നു വല്ലോ അറിയോ? ലക്ഷ്മി ആദ്യയോടെ വാതിക്കൽ നിന്ന് ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി കണ്ണ് എമ്മി കാണിച്ചു. ഇത് എന്തൊരു കോലാ ദേവേട്ടാ?
മഴയത്ത് വണ്ടി ഓടിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ലക്ഷ്മി ഗൗരവത്തോടെ ചോദിച്ച് ഏന്തി കുത്തി നിന്നുകൊണ്ട് തന്റെ ധാവണിത്തുമ്പ് വിടർത്തി ദേവന്റെ തല തുവർത്തി കൊടുത്തു. നീ ഏന്തി കുത്തിയെന്ന് വിഷമിക്കണ്ട, ഞാൻ കുനിഞ്ഞു തരാം, പോരെ? ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ കൂപ്പിച്ചു നോക്കി. ഞാൻ ദേവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ മഴയുള്ളപ്പോൾ വണ്ടി ഓടിക്കരുതെന്ന്. ഒന്നാമത് രാത്രിയാ, അതിൻ്റെ കൂടെ മഴയും, റോഡൊന്നും വ്യക്തമായിട്ട് കാണുക പോലുമില്ല. ലക്ഷ്മി ആദിയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്റെ ലച്ചുമേ, നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും പേടിക്കാതെ, ഞാൻ സൂക്ഷിച്ചല്ലേ വണ്ടി ഓടിക്കുന്നേ. എന്നാലും ഇനി അങ്ങനെ മഴയത്ത് ബൈക്ക് ഓടിക്കല്ലേ, മഴ തോർന്നിട്ട് ബൈക്ക് ഓടിച്ചാൽ മതി പ്ലീസ് ദേവേട്ടാ, ലക്ഷ്മി കെഞ്ചി പറഞ്ഞു. അവളുടെ വാക്കുകളിൽ കരുതലിനൊപ്പം ഭയവും നിറഞ്ഞു നിൽക്കുന്നത് ദേവൻ അറിയുന്നുണ്ടായിരുന്നു. എന്റെ ലച്ചുമ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ പറഞ്ഞതുപോലെ ഞാൻ ഇനി മഴയത്ത് ബൈക്കിൽ യാത്ര ചെയ്യില്ല, അതുപോലെ? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി തല കുലുക്കി. സത്യം? എന്റെ ലച്ചുമ്മയാണ് സത്യം, പോരെ? അവൻ പറയുന്നത് കേട്ടതും ലക്ഷ്മിക്ക് ആശ്വാസമായി. ഓ, ഇപ്പോഴെങ്കിലും ഈ മുഖമൊന്ന് തെളിഞ്ഞല്ലോ, സമാധാനമായി. അതേ, ദേവന്റെ കൂട്ടുകാരനെ കണ്ടോ? ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. അവനെ കണ്ടു. വൈകിട്ട് അത്താഴം പോലും കഴിക്കാതെ പോയതല്ലേ, വിശക്കുന്നില്ല ദേവേട്ടാ? ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ തന്നെ നോക്കി നിന്നു. ശരിക്കും സ്ത്രീ ഒരു അത്ഭുതം തന്നെയാ. എത്ര പെട്ടെന്ന് അവൾക്ക് ഓരോരോ ഭാവങ്ങൾ മാറുന്നത്. ഒരേ സമയം കുറുമ്പ് കാണിക്കുന്ന കൂട്ടുകാരിയായും വാശി കാണിക്കുന്ന കുഞ്ഞിനെ പോലെ വാത്സല്യവും കരുതലുമുള്ള അമ്മയെപ്പോലെ ആകാൻ കഴിവുള്ളവൾ. ഒടുവിൽ നിയന്ത്രിക്കാനാകാതെ വരുമ്പോൾ മാത്രം ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്നവൾ. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നവൾ. ദേവന്റെ മനസ്സ് ചിന്തകളാൽ മുഴുകി. ഇങ്ങനെ നനഞ്ഞ ഡ്രസ്സ് വിട്ട് ഉമ്മർത്ത് വെക്കാതെ മുറി പോയി ഡ്രസ്സ് മാറി വാ, ഞാൻ അപ്പോഴേക്കും ആഹാരം എടുത്തു വയ്ക്കാം. ലക്ഷ്മി ദേവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. അമ്മ എന്തിയെ, കിടന്നോ? ദേവൻ അകത്തേക്ക് നോക്കി ചോദിച്ചു. ദേവേട്ടൻ വന്നിട്ടേ കഴിക്കൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അപ്പച്ചിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, ഇത്രയും നേരം ഇവിടെ ദേവേട്ടനെ കാത്തിരിക്കുമായിരുന്നു അപ്പച്ചി. പിന്നെ മരുന്ന് കഴിച്ചപ്പോൾ തൊട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാനാ അപ്പച്ചി നിർബന്ധിച്ചു കൊണ്ടുപോയി കിടത്തിയ. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന് സന്തോഷമായി. തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകൾ തന്നെയാണ് തൻ്റെ ലച്ചു എന്നത് ദേവന്റെ മനസ്സിൽ സന്തോഷം നിറച്ചു. മതി ഇവിടെ എന്ന് ആലോചിച്ചത്, വീടിനകത്ത് കയറിയിറക്കാം. ലക്ഷ്മി ദേവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റി. തുടരും.